ഹായ്, വെൽക്കം ടു ജോനാസ് കിച്ചൺ. ഇന്നൊരു നാടൻ കറി കേട്ടോ, തേങ്ങയൊന്നും ഇല്ലാതെ ഒരു നാടൻ കറിയാണ് കേട്ടോ. അമ്മമാരൊക്കെ മുത്തശ്ശിമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. ഇതിന് നമുക്ക് പാൽച്ചേമ്പിൻ്റെ ഈ വിത്തൊക്കെ വരുന്ന താഴത്തുള്ള കല്ലഭാഗം ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതില്ലെങ്കിലും കുഴപ്പമില്ല. ചെറിയ ചേമ്പ്, ചേമ്പിൻ്റെ തണ്ട്, ചേന, പപ്പായ, അതേപോലെ തന്നെ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ ഇടാം. വെള്ളരിക്ക, ഞാൻ കുമ്പളങ്ങയും വെള്ളരിക്കൊന്നും ഇട്ടിട്ടില്ല. ഈ ചേനയും ചേമ്പും പപ്പായയും ചേമ്പിൻ്റെ തണ്ടും ഈ ചേമ്പിൻ്റെ കല്ലഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. എരിവിന് ഞാനിവിടെ ചീനമുളക് ഇട്ടു. നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒരു 4-5 വിസിലടുപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലതുപോലെ വേവണത്. അതിനുശേഷം അതൊന്ന് നമുക്ക് ഉടച്ചു കൊടുക്കണേ. ഈ ഉടച്ചു കൊടുക്കുന്ന സമയത്ത് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യേ. അപ്പോൾ ഈ കറീൻ്റെ ഒരു നാടൻ ടേസ്റ്റ് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വറവാണ് കേട്ടോ. അപ്പോൾ ഈ വറവിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇല ഇട്ടിട്ട് നല്ലതുപോലെ ബ്രൗൺ ആയതിനു ശേഷം നമുക്കിതിലേക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കേട്ടോ. ഒരു നാടൻ ടേസ്റ്റ് എന്ന് പറയേ. അപ്പോൾ കപ്പയും അതേപോലെ തന്നെ ചേനയും ചേമ്പൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ.